മുഖ്യമന്ത്രി സ്ഥാനമൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു പ്രശ്നമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ യോജിച്ച് ശക്തമായി മുന്നോട്ട് പോവുക. തിരഞ്ഞെടുപ്പിന് ശേഷമാണ് മുന്നണി മുഖ്യമന്ത്രിയെ ഒക്കെ തീരുമാനിക്കുന്നത്. ഒരു രാഷ്ട്രീയത്തിലേക്ക് അതിൻ്റെ പൊതു രാഷ്ട്രീയ സമീപനം എന്ന് പറയുന്നത് RSPയുടേതാണെങ്കിലും ജനതാദൾ യുവിൻ്റേതാണെങ്കിലും ഇടതുപക്ഷവുമായി അടുത്ത് നിൽക്കുന്നതാണ്. ഞങ്ങൾ പാർട്ടി കോൺഗ്രസ്സുകൾ അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം പറയുന്നത് വിശാലമായ ഇടതുപക്ഷ ഐക്യമാണ്. അങ്ങനെയുള്ള ഇടതുപക്ഷ ഐക്യത്തിൽ ഞങ്ങളുടെ മുന്നിലുള്ള ഞങ്ങളോടൊപ്പമുള്ള ഒരു പാർട്ടിയാണ് ദേശീയ തലത്തിൽ RSP. അതിൻ്റെ സംസ്ഥാന ഘടകം ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ദൗർബല്യമല്ല, അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഫാസിസത്തിനെതിരായിട്ടുള്ള ശക്തമായ നില എടുക്കുന്ന അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന JDU തിരിച്ചു വരണം എന്ന് ഇത് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം സമ്മേളനത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അവരോട് ഞങ്ങൾ തിരിച്ചു വരണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. മുന്നണി വിട്ടവരൊക്കെ തിരിച്ചു വരണം എന്ന് LDFും അതിൻ്റെ പൊതു നിലപാട് പ്രസിദ്ധമാക്കിയിട്ടുള്ളതാണ്. അതല്ലാതെ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു സംശയമുണ്ട് എന്നതുകൊണ്ട് അവരെ എല്ലാം കൂടെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതായി അതിനെ വ്യാഖ്യാനിക്കണ്ട. അതിപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. CPIൻ്റെ പ്രവർത്തനങ്ങളിൽ ക്യാമ്പയിനുകളിലാണെങ്കിലും സംഘടനാ പ്രവർത്തനങ്ങളിലാണെങ്കിലും വളരെ മെച്ചപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായം. അതല്ല, CPIയെ സംബന്ധിച്ചിടത്തോളം CPIക്ക് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അതിന് ഒരു റെസ്പെക്റ്റബിളായിട്ടുള്ള ഒരു പൊസിഷനുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ അവകാശവാദങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം RSP ഉൾപ്പെടെ മുന്നണി വിട്ടുപോയിട്ടുള്ള കക്ഷികൾ നിരവധിയാണ് എന്നുള്ളത് കൊണ്ട് ആ സീറ്റുകൾ വിഭജിക്കുന്നതിൽ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് അതിന് തുല്യമായ അല്ലെങ്കിൽ അതിന് പങ്കാളിത്തമുണ്ടാകണം, വിഹിതമുണ്ടാകണം എന്ന ആവശ്യം ഞങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. സീറ്റ് ഷെയറിങ്ങിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. സീറ്റ് ഷെയറിങ്ങിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ മുന്നണിക്കുള്ളിൽ ഒരു യോജിച്ച അഭിപ്രായം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. RSPയുടെ സീറ്റ് CPM ആണ് മത്സരിക്കുന്നതാണ് നല്ലത് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തോന്നിയത് കൊണ്ടാണ് CPIM അവിടെ മത്സരിച്ചത്. അതേസമയം മറ്റുള്ള മുന്നണി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബാക്കിയുള്ള നിരവധി സീറ്റുകളുണ്ട്. ആ സീറ്റുകളുടെ പങ്കാളിത്തം മറ്റുള്ള കക്ഷികൾ കൂടി വേണം എന്ന് ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. CPIയും ആ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ ന്യായമായി തന്നെ പരിഹരിക്കപ്പെടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മാനദണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു പ്രമേയമാണ് അത് കർശനമായി നടപ്പിലാക്കിയിരുന്നില്ല. കഴിഞ്ഞ തവണ അത് കർശനമായി നടപ്പിലാക്കി. അതുകൊണ്ട് ഇത്തവണ എങ്ങനെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ടു മുമ്പുള്ള സംസ്ഥാന കൗൺസിലായിരിക്കും അത് സംബന്ധിച്ചുള്ള പൊതുമാനദണ്ഡം നിശ്ചയിക്കുന്നത്. അതിലിപ്പോൾ എന്താകും, ഇത് 2 തവണ തുടർച്ചയായി മത്സരിച്ചവർ പുതിയ ആളുകൾക്ക് അവസരം നൽകണം എന്നുള്ളത് ഒരു പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രമേയമാണ്. അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സംസ്ഥാന കൗൺസിൽ തീരുമാനിക്കും. പിന്നെ കഴിഞ്ഞ തവണ മാറ്റി നിർത്തിയത് കൊണ്ടാണ് ഭരണം നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ അഭിപ്രായം ശരിയല്ല. CPIയുടെ ഒരു സ്ഥാനാർത്ഥിയും 1000 വോട്ടിൽ താഴെ തോറ്റിട്ടില്ല. ബിനോയ് വിശ്വം മത്സരിച്ച നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ അവിടെ ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുകയാണ് ചെയ്തത്. KP രാജേന്ദ്രൻ്റെ മണ്ഡലം ഉൾക്കൊള്ളുന്ന പ്രദേശത്തും ഞങ്ങൾ ജയിക്കുകയാണ് ചെയ്തത്. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ മണ്ഡലമല്ല,
ശരിക്കും ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് മാളമണ്ഡലമാണ്. അപ്പോൾ കെ പി രാജേന്ദ്രനും ബിനോയ് വിശ്വവും മാറിയതുകൊണ്ട് തോക്കുകയും മുന്നണിക്ക് ഭരണം നഷ്ടപ്പെടുകയും ചെയ്തു എന്നത് ഒരു തെറ്റായ ഇൻ്റർപ്രിട്ടേഷനാണ്. ഞങ്ങൾ 5000 വോട്ടിൽ താഴെ തോറ്റ ഒരു സീറ്റും ഇല്ല. എന്നാൽ CPI മറ്റ് മുന്നണിയിലെ മറ്റ് കക്ഷികൾ LDF തന്നെ 1000 വോട്ടിൽ താഴെ തോറ്റ നിരവധി സീറ്റുകളുണ്ട്. ആ സീറ്റുകൾ കൂടി ജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭരണം ഉണ്ടാകുമായിരുന്നു. കാലോചിതമായ പരിഷ്കാരങ്ങൾ കാര്യങ്ങളിലെല്ലാം വരുത്തണം എന്നുള്ള കാര്യത്തിൽ CPIക്ക് ഒരു വളരെ യോജിച്ച അഭിപ്രായമാണ്. അത് ഞങ്ങൾ പിന്തുണയുകയും ചെയ്യും. പക്ഷേ വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ CPIയുടെ വികസനത്തിൻ്റെ സങ്കല്പത്തിലെ കേന്ദ്രബിന്ദു ജനങ്ങളാണ്. ജനപക്ഷ വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഭൗതിക ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വികസനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മളിവിടെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾ, ഭവനരഹിതരായിട്ടുള്ള ആളുകൾ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഇവിടെ ജീവിക്കുകയും ഫ്ലൈ ഓവറുകൾ കൂടുതൽ ഇവിടെ ഉണ്ടാവുകയും ചെയ്തതുകൊണ്ട് സന്തുലിതമായിട്ടുള്ള വികസനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ജനത്തിന് ഒരു കേന്ദ്രബിന്ദുവായി നിർത്തിയിട്ടുള്ള ജനപക്ഷ വികസനത്തിന് വേണ്ടിയാണ് ഇടതുപക്ഷം പൊതുവെ ആഗ്രഹിക്കുന്നത്. CPIയുടെ സമീപനം അതാണ്. LDFൻ്റെ സമീപനവും അതുതന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എക്സ്പ്രസ് വേ ഒന്നും ഇപ്പോൾ ഇവിടെ ഒരു ചർച്ചയായി വന്നിട്ടില്ല. എക്സ്പ്രസ് വേ എന്ന് പറയുന്ന ആശയത്തെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് മുമ്പ്, ശരിയാണ്. അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ. ഭരണത്തിലിരിക്കുന്ന മുന്നണിയും പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണിയും സ്വാഭാവികമായും 2 തരത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുക. അതുകൊണ്ട് മുന്നണിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണം എന്നുള്ളത് CPIയുടെ മാത്രമല്ല CPMൻ്റെയും ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം നോക്കിയാൽ ഭരണത്തിലിരുന്ന സന്ദർഭത്തിൽ ഗവൺമെൻറ്റുമായി നേരിട്ട് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ മുന്നണിയുടെ യോഗങ്ങൾ കൂടുതൽ കൂടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രധാനമായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്നു LDF എന്നുള്ളത് കൊണ്ട് സമരങ്ങളെക്കുറിച്ചോ പ്രക്ഷോഭങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യാൻ മാത്രമാണ് യോഗങ്ങൾ ചേരുന്നത്. അതിൻ്റെ അർത്ഥം മുന്നണി സജീവമല്ല, യോഗം ചേരുന്നില്ല എന്നല്ല. ആവശ്യത്തിനനുസരിച്ചുള്ള യോഗങ്ങൾ ചേരാറുണ്ട്. എന്നാൽ ഒരു നവലിബറൽ നയങ്ങൾക്കെതിരായിട്ടുള്ളൊരു ബദൽ എന്നുള്ള നിലയിൽ ഒരു പരിപാടി മുന്നോട്ട് വെച്ചുകൊണ്ട് ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് CPIയുടെ അഭിപ്രായം. ഉമ്മൻചാണ്ടിയെ പോലെ നാണമില്ലാത്തൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്ത് ആരോപണം അദ്ദേഹത്തിനെതിരായിട്ട് വന്നാലും അദ്ദേഹം അതൊരു തനിക്ക് കിട്ടിയ ഒരു ബഹുമതിയാണ് എന്ന് കണക്കാക്കും. അങ്ങനെ ഒരു ആളിനെക്കുറിച്ച് ഈ പ്രതിപക്ഷത്ത് ആരിരുന്നാലും അത്തരമൊരാളിനെയാണ് നേരിടുന്നത് എന്നുള്ളത് കൊണ്ട് എന്തു വന്നാലും എനിക്കനുകൂലമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ ഒന്നുകിൽ ജയനത്തിനോട് ഭയം വേണം, അല്ലെങ്കിൽ നാണം വേണം. ഇത് രണ്ടും ഇല്ലാത്ത മുഖ്യമന്ത്രിയാണെങ്കിൽ എന്തു ചെയ്യും? BJPയെ സംബന്ധിച്ചിടത്തോളം BJP അവരുടെ എല്ലാ കഴിവുകളും കേരളത്തിൽ അവരുടെ ശക്തി സമാഹരിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോടികൾ ഒഴുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. പണവും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിലെ അധികാരത്തിൻ്റെ സൗകര്യങ്ങളും ഉപയോഗിച്ച് കേരളത്തിൻ്റെ പൊതു സമൂഹത്തിൽ BJPക്ക് എങ്ങനെ മുന്നോട്ട് വരാൻ കഴിയും എന്നാണ് അവർ ശ്രമിക്കുന്നത്. അതിനെ ചെറുക്കാനുള്ള ബാധ്യത ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് അവരുയർത്തുന്ന ഭീഷണി ഈ കേരളത്തിൽ ഇടതുപക്ഷം ആ വെല്ലുവിളി നേരിട്ടുകൊണ്ട് തന്നെ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. പ്രധാനമായിട്ടും 2-3 മുദ്രാവാക്യമാണ് ഉന്നയിക്കുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ മതനിരപേക്ഷ പൊതുമണ്ഡലം ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. അത് വർത്തമാനകാല കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കേരളം പോലുള്ളൊരു സമൂഹത്തെ വിഭജിക്കാനുള്ളൊരു വലിയ ശ്രമം നടക്കുന്നുണ്ട്.
അതിന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിന് ഊർജം പകരുന്ന RSSൻ്റെയും അവരുടെ ആശയഗതിയുടെയും പിന്തുണയുണ്ട്. അപ്പോൾ അതിനെതിരായി ശക്തമായിട്ടുള്ള ജനകീയ അഭിപ്രായം സംരക്ഷിക്കുക, മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും യോജിപ്പിച്ചു കൊണ്ടുവരിക, ഇതാണ് അതിൽ ഞങ്ങളൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, അവകാശങ്ങൾ പലതും നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവകാശങ്ങൾ നിയന്ത്രിക്കപ്പെടാൻ എപ്പോൾ തുടങ്ങുന്നോ അവിടെയാണ് ഫാസിസം ജനിക്കുന്നത്. അതുകൊണ്ട് ആ പുതിയ സാഹചര്യത്തെക്കുറിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ജാഗ്രതയോടുകൂടി അവർ പ്രവർത്തിക്കണമെന്ന മുന്നറിയിപ്പ് നൽകാനും അതിനുള്ള ഒരു അഭിപ്രായ സമന്വയത്തിനും കൂടിയാണ് ഞങ്ങൾ ഒരു മുദ്രാവാക്യം വച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് സാമൂഹ്യനീതി എന്ന വിഷയം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ സാമൂഹ്യ വളർച്ചയുടെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിൽ സുപ്രധാനമായിട്ടുള്ള പങ്കുണ്ട്. 1957 മുതൽ വന്ന ഗവൺമെൻറ് മുതൽ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവിടെ നിന്നാണ് ദേശീയ തലത്തിലേക്കും പിന്നീട് മണ്ഡൽ കമ്മീഷനിലേക്കുമെല്ലാം ഇത് പോകുന്നത്. എന്നാൽ ഇന്ന് ആ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സംവരണം ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ വികാസത്തിന് ഉതകുന്ന അല്ലെങ്കിൽ അതിന് ഒരു സന്തുലിതമായ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ഈ സംവരണം തുടരണമെന്നും അത് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നതോടൊപ്പം മുന്നോക്കത്ത് നിൽക്കുന്ന ജനവിഭാഗങ്ങളിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ആ സംവരണം അവർക്ക് കൂടി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ശരിയായ നിർദ്ദേശം ഈ വിഷയം ചർച്ച ചെയ്തു തുടങ്ങിയ 80കളുടെ ആ കാലം മുതൽ CPI മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് സാമൂഹ്യനീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നത് ഈ ജാഥയിലെ മറ്റൊരു ഉദ്ദേശമാണ്. മന്ത്രിസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണ്. ഇത്തരമൊരു ഗവൺമെൻറ് അഴിമതിക്കെതിരെ ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്, നമ്മളാണ് അത് ആദ്യമൊക്കെ ഉണ്ടാക്കിയത്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷനും അതുപോലെ തന്നെ മറ്റ് നിയമങ്ങളും, അത്തരമൊരു സാഹചര്യങ്ങളിലും നിയമത്തിൻ്റെ മുന്നിൽ ഇവരെ കൊണ്ടുവരാനോ ശക്തമായ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാകാത്ത ഒരു സർക്കാർ, അതിനെതിരെ ശക്തമായ പ്രചരണം നടത്തുക. പിന്നീട് വിലക്കയറ്റം മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും ദുരിതപൂർണ്ണമാക്കിക്കൊണ്ടിരിക്കുക. കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലയില്ല. തിരുവിതാംകൂർ മേഖലയിലെ റബ്ബർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് കൃഷിക്കാർക്കിടയിൽ സജീവമായ ചർച്ചാ വിഷയമാണ്. അപ്പോൾ ഇതുപോലെ ജനജീവിതത്തിലെ ദുരിതങ്ങളും പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചും വ്യാപകമായ പ്രചാരം നടത്തുക എന്നുള്ളതാണ് ഈ പ്രചരണ ജാഥയിൽ കൂടി CPI ഉദ്ദേശിക്കുന്നത്.